ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പനയമ്പാടം വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനികളുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. ഒരു തരത്തിലും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ദുരന്തമാണ് നടന്നതെന്ന് പറഞ്ഞ മന്ത്രി അപകടം നടന്ന റോഡിന്റെ തകരാർ കാരണം ഇനി മറ്റൊരു ദുരന്തമുണ്ടാവാൻ അനുവദിക്കില്ലെന്ന് കുടുംബാംഗങ്ങൾക്ക് ഉറപ്പു നൽകി. റോഡിന്റെ തകരാർ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കും. അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ക്യാബിനറ്റിൽ ആലോചിച്ച് തീരുമാനിക്കും. അപകടസ്ഥലത്ത് അടിയന്തര പരിഷ്കരണം നിർദ്ദേശിച്ചു. നിലവിലെ ഓട്ടോ സ്റ്റാൻഡ് മറുവശത്തേക്ക് മാറ്റിയും റോഡിൽ ഡിവൈഡർ ഒരുക്കിയും സുരക്ഷ കൂട്ടുമെന്ന് മന്ത്രി പറഞ്ഞു. റോഡ് നവീകരണം നടത്താൻ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്നും നിരസിച്ചാൽ സംസ്ഥാനം തന്നെ ചെയ്യുമെന്നും കെ.ബി. ഗണേഷ് കുമാർ കരിമ്പയിൽ പറഞ്ഞു. ഇവിടെ നമ്മൾ ഈ ഒരു വശത്തെ ട്രാഫിക് ഈ പാർക്കിംഗ് മറുവശത്തേക്ക് ആക്കി തരണം. കാരണം മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡ്രൈവർ നമ്മളെ വണ്ടി ഓടിച്ചു നോക്കൂ. ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് വലത്തോട്ട് പിടിക്കും. വലത്തോട്ട് പിടിച്ചത് കൊണ്ടാണ് ഈ വണ്ടി അങ്ങോട്ട് കയറി പോകുന്നത്. അതേസമയം ഇടത്ത് വെച്ച് തുടങ്ങി പോയാൽ അപ്പോൾ അതൊരു ഡിവൈഡർ എന്തെങ്കിലും വെക്കണമെന്നുള്ളതിനും പരിശോധിച്ചിട്ട് ആ കോൺക്രീറ്റ് ഡിവൈഡർ വെക്കണം. സ്റ്റീലൊക്കെ വെച്ച് അടിച്ചു കളയും. അത് സാമ്പത്തികത്തെക്കുറിച്ച് ഹൈവേ തയ്യാറായില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഹൈവേയുടെ ആവശ്യപ്പെടും. തയ്യാറായില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് പൈസ തരും. പിടിപിടി മിനിസ്റ്ററുമായിട്ട് ഞാൻ സംസാരിക്കും. ഹൈവേ ആയ സ്ഥിതിക്ക് പണം മുടക്കാൻ അവർ കഴിഞ്ഞാൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ പ്രശ്നം ഞാൻ ഇവിടുത്തെയും മുണ്ടോരത്തെയും പ്രശ്നം പരിഹരിച്ചു. നടന്നു പോയത് ഇവിടെ വണ്ടി മറിഞ്ഞു നടന്നു വരിക നമ്മുടെ ചാലിക്ക് പോണത് അവിടെ വന്ന വണ്ടി അല്ല, പാലക്കാട് നിന്ന് വരുന്ന വണ്ടിയാണ് കുട്ടികളെ തട്ടി മറിച്ചത്. അല്ല, അവിടെ നിന്ന് വന്ന വണ്ടി ബൈക്ക് കയറി അവിടുന്ന് വരുന്ന വണ്ടി ആ തന്നെ പുറകെ ഫ്രണ്ട് തട്ടി ഇതിനെപ്പുറം നിൽക്കില്ലേ. അപ്പം പനയമ്പാടത്തെത്തിയ ഗതാഗത മന്ത്രി നാട്ടുകാരുടെ പരിഭവം കേട്ടു. റോഡിലെ അപകടക്കെണി മനസ്സിലാക്കാൻ ഔദ്യോഗിക വാഹനം സ്വന്തം നിലയ്ക്ക് ഓടിച്ചു നോക്കി. അപകടത്തിൽ മരിച്ച കുട്ടികളുടെ വീടും മന്ത്രി സന്ദർശിച്ചു. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ധനസഹായം നൽകുന്നതിൽ തീരുമാനമുണ്ടാകുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. സമീപത്തെ കോൺഗ്രസ് സമരപ്പന്തലിലും ഗണേഷ് കുമാർ പോയി. അപകടം ഒഴിവാക്കാൻ റോഡിന്റെ പ്രതലം പരുക്കനാക്കുന്നതുൾപ്പെടെ അടിയന്തര ഇടപെടൽ ഉറപ്പു നൽകി. മന്ത്രിയുടെ ഉറപ്പിൽ കോൺഗ്രസ് സമരം അവസാനിപ്പിച്ചു. രാവിലെ യൂത്ത് ലീഗ് കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഉപരോധിച്ചിരുന്നു. പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്താണ് നീക്കിയത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.